ഉണ്ടാവുക. ഇതിന് നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഇതൊരു രോഗാവസ്ഥയെന്നാണ് നിങ്ങൾ ധരിച്ചേക്കണേ. ഈ വീഡിയോ കാണുന്നവരെ നിങ്ങളുടെ മനസ്സിൽ എന്താ തോന്നിയിട്ടുള്ളത്? ഈ തലനീരർക്കും നീർക്കെട്ടും ഒരു രോഗാവസ്ഥയാണെന്ന് തോന്നിയിട്ടുള്ളവര് ഒന്ന് താഴെ കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, എന്നാൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞുതരാം. വ്യക്തമായിട്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഈ നീർക്കെട്ട് എന്താണെന്ന് മനസ്സിലാക്കണം. തലനീരർക്കും എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വിചാരിക്കണം. ഇതൊക്കെ നമ്മുടെ മലയാളത്തില്, കേരളത്തില് ജനങ്ങൾ പൊതുവെ പറഞ്ഞു വരുന്ന ഒരു ഭാഷയാണ്. നമുക്ക് പഴമക്കാർക്കൊക്കെ ഇതിനെപ്പറ്റി നല്ല ധാരണയാണ്. ഓക്കെ, ആ സംഗതി ഇന്നത് ചെയ്താൽ നീർക്കെട്ട് കൂടിട്ടോ, നീരിറക്കം വരൂട്ടോ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടാവോ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരൊക്കെ? ഇത് എന്താ സംഭവം എന്ന് ഇന്നത്തെ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇന്നത്തെ കാലത്ത് വളരെയധികം ആവശ്യമുള്ളതാണ്. ഒരുപാട് പേര് ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന ഒരു രോഗാവസ്ഥയാണിത്. പക്ഷെ ഇതൊരു രോഗമല്ല, അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഉറപ്പാണ്, ഇതൊരു രോഗമല്ല, ഒരു രോഗ അവസ്ഥയാണ്. അല്ലെങ്കിൽ ശരീരത്തിന്റെ ഒരു അവസ്ഥയാണ്, ഒരു ദേഹത്തിന്റെ ഒരു അവസ്ഥയാണ്, ജന്മന ഉണ്ടാകുന്ന ഒരു ദേഹപ്രകൃതിയാണ്. അതാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ ഇതൊരു ദേഹപ്രകൃതിയാണ്. ഓക്കെ, ജന്മന ഉണ്ടാകുന്നതായിരിക്കും, ചിലപ്പോൾ പാരമ്പര്യ ഘടകങ്ങൾ ഉണ്ടാവാം. ഓക്കെ, നിങ്ങളെ അച്ഛനമ്മമാർക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളവരായിരിക്കും. എന്താ സംഗതി